അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങള് പെട്ടെന്ന് അല്ലാഹു അക്ബർ ലാ ഇലാഹ അക്ബർ അല്ലാഹു നമസ്കാരം. രണ്ട് റക്അത്ത് ഇമാമോട് കൂടി ഞാൻ നമസ്കരിക്കുന്നു. അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കണം. രണ്ടാമത്തെ റക്അത്തിലും 5 തക്ബീറുകളുണ്ട്. അവയ്ക്കിടയിലും ഇത് ആവർത്തിക്കുക. റഹ്മാനായ റബ്ബ് നമ്മുടെ നമസ്കാരവും അതിനെ തുടർന്നുള്ള പ്രാർത്ഥനകളുമൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും സ്വഫുകൾ വിടവില്ലാതെ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക. സഹോദരിമാരുടെ ഭാഗത്തും പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الله أكبر. نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم الحواريين من أنصاري إلى الذين آمنوا. سمع الله لمن حمده. അള്ളാഹുവിനെ കുറിച്ച് ഗൗരവം തോന്നണമെങ്കിൽ വിശുദ്ധ ഖുർആൻ ഒരു രഹസ്യം പങ്കുവെക്കുന്നുണ്ട്. ആ രഹസ്യം ഇതാണ്: യതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്.
ആകാശഭൂമികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ആകാശഭൂമികളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ ഉടയതമ്പുരാന്റെ മഹത്വവും അവന്റെ ഗൗരവവും അതുവഴി അവനോടുള്ള ഭയവും നിങ്ങൾക്കുണ്ടാകും. സൂര്യന് ചുറ്റും കറങ്ങുന്ന 8 ഗ്രഹങ്ങൾ, അതിലൊന്നാണ് ഭൂമി. അപ്പോൾ സൂര്യന്റെ വലുപ്പം എത്ര? ആ വലിയ സംവിധാനം പോലെ 40,000 കോടി മക്കയിൽ നിന്ന് മദീനയിലെത്തി. ആദ്യമായി പ്രവാചകൻ മദീനവാസികളോട് സംസാരിക്കുകയാണ്. എന്താ പറയുന്നത്? 3 കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. അവിടെ അഭിസംബോധനം യാ അയ്യുഹന്നാസ്, ഓ മദീനവാസികളെ. അതിൽ മുസ്ലിങ്ങളും അല്ലാത്തവരും ഒക്കെ പെടും. യാ അയ്യുഹന്നാസ്, ഓ മദീനവാസികളെ. അഫ്ശുസ്സലാം, നിങ്ങൾ സമാധാനം പ്രചരിപ്പിക്കുന്നവരാവുക. വഅത്ഇമുത് തുആം, നിങ്ങൾ അന്നം ഊട്ടുന്നവരാവുക. വസല്ലു ബില്ലൈലി വന്നാസു നിയാമൻ, ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാകുക. 3 കൽപ്പനകൾ. 1, നിങ്ങൾ സമാധാനം പ്രചരിപ്പിക്കുന്നവരാവുക, അഫ്ശുസ്സലാം. 2-മത്തേത് അന്നം കൊടുക്കുക. 3-മത്തേതാണ് നമസ്കരിക്കുക. ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിസ്കരിക്കുക. ഖിയാമുല്ലൈലിനെ കുറിച്ചാണ്, തഹജ്ജുദിനെ കുറിച്ചാണ്. ആളുകൾ കാണുമ്പോൾ ഭക്തി വർദ്ധിപ്പിക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നു, എനിക്ക് നോമ്പുണ്ട്, ഞാൻ ഖുർആൻ ഓതുന്നു. ഈ പ്രകടനം എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ആരാധനകൾ പ്രകടിപ്പിക്കാനുള്ളതല്ല, ആരാധനകൾ പ്രകടമാകേണ്ടത് നിന്റെ വാക്കിലാണ്, നിന്റെ പ്രവൃത്തിയിലാണ്. അതല്ലാത്ത ആരാധനകളെല്ലാം കാപട്യമാണ്. അതല്ലാത്ത ചടങ്ങുകൾ മനോഹരമായ അതീവ ഗൗരവമുള്ള ഒരായത്താണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം എന്ന് പറയുന്ന ആയത്ത്. എന്താണ് ഇസ്ലാം എന്നതിന് വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് മതി തെളിവായി. വലഖദ് കറംനാ ബനി ആദം, മുഴുവൻ മനുഷ്യരെയും നാം ബഹുമാനിച്ചിരിക്കുന്നു. അവിടെ മതവും ജാതിയുമില്ല, എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുക എന്നതാണ്. ഖുർആൻ വിളിക്കുന്നുണ്ട്, ഡയലോഗിന് വിളിക്കുന്നുണ്ട്. ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, ജൂതരെ ക്രൈസ്തവരെ വരൂ, നമ്മൾ മനുഷ്യരാണ്, അതുകൊണ്ട് നമുക്ക് പരസ്പരം ഡയലോഗ് ചെയ്യാം, പരസ്പരം പങ്കുവെക്കാം. രാത്രി സേ രാത്രി തക് ബാത് ചലേ, ആഖിർ തക് മുലാഖാത്ത് ചലേ. രാവ് മുതൽ രാവ് വരെ നമുക്ക് സംവദിക്കാം, സംഭാഷണം നടത്താം, അവസാനം നമുക്ക് വാരിപ്പുണരാം. അങ്ങനെ ഒരു മാനവികതയുടെ ഉത്ഘോഷമാണ് വിശുദ്ധ ഖുർആൻ പങ്കുവെക്കുന്നത്. ഡയലോഗിന്റെ വർത്തമാനമാണ് ഖുർആൻ പങ്കുവെക്കുന്നത്. ഒപ്പം ഖുർആൻ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശം, ഈ മനുഷ്യരെ മാത്രമല്ല നിങ്ങൾ പരിഗണിക്കേണ്ടത്. വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർദ്, ഈ ഭൂമിയിലെ എല്ലാ ജന്തുക്കളും, വലാ ത്വാഇരിൻ യതീറു ബിദനാഹി, ഇരുപക്ഷവും ഇരുചിറകും വിടർത്തി പറക്കുന്ന പറവകളും, ഇല്ലാ ഉമമുൻ അംസാലുക്കും, നിങ്ങളെ പോലുള്ള സമൂഹമാണ്. അതുകൊണ്ട് ഈ കൊടും വേനലിൽ നിങ്ങൾ ഒരു പട്ടിക്ക് വെള്ളം കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ ഒരു കാരണമാണ് അത്. ഈ ജീവജാലങ്ങൾ ഊട്ടുക എന്നതുകൂടി ഇസ്ലാമിൽ വളരെ ഗൗരവമുള്ള വിഷയമായി വിശുദ്ധ ഖുർആൻ പറയുകയാണ്. മേലോട്ട് നോക്കൂ, കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുക ചുരുളുകൾ. പൂക്കളെ നോക്കൂ, വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. അന്തരീക്ഷം നശിപ്പിച്ച്, ആകാശം നശിപ്പിച്ച്, പ്രകൃതിയിൽ നാശം വരുത്തുന്നവരായി നമ്മൾ മാറാൻ പാടില്ല എന്ന് ഖുർആൻ അനവധി തവണ വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, വളരെ മനോഹരമായി സംവിധാനിച്ചതാണ് ഈ ഭൂമി. ആ ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് എന്നത്, ആ ഭൂമിയെ നിങ്ങൾ നശിപ്പിക്കരുത് എന്നത്, ആ വെള്ളത്തെയും വായുവിനെയും നിങ്ങൾ പൊല്യൂഷൻ കൊണ്ട് നിറയ്ക്കരുത് എന്നത് വിശുദ്ധ ഖുർആന്റെ വലിയ ഒരു സന്ദേശമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രകാരന്മാർക്ക് വിസ്മയമാണ്, എങ്ങനെയാണ് 6-ാം നൂറ്റാണ്ടിന് ശേഷം 7-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോഴേക്ക് ഒരു 100 വർഷം കഴിയുമ്പോഴേക്ക് ഇസ്ലാം ലോകത്ത് മുഴുവൻ മഹാഭൂരിപക്ഷവും വ്യാപിച്ചത്.
ഫാക്സ് ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, മറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒട്ടകത്തിന്റെ പുറത്തു മാത്രം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ മാത്രം പരസ്പരം മനുഷ്യരെ കാണാവുന്ന ആ കാലത്ത് എങ്ങനെയാണ് ഇസ്ലാം ഇങ്ങനെ വ്യാപിച്ചത് എന്നതിനെ കുറിച്ച് അവർ പഠനം നടത്തിയിട്ട് പറയുന്നത് ഇറ്റ് വാസ് എ ട്രയംഫ് ഓഫ് ദി ബുക്ക്. ഈ ഒരു പുസ്തകം കാണിച്ച മാജിക് ആണ് അത് എന്നാണ്. ആ പുസ്തകത്തിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ. ആ വേദഗ്രന്ഥത്തിന്റെ ഉദ്ഘോഷത്തിന്റെ മാസമായിരുന്നു കഴിഞ്ഞ റമദാൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു അതിഥി കടന്നു വരികയാണ്. ആ അതിഥി തൊട്ടപ്പുറത്തെ രാജ്യത്തെ രാജ്ഞിയാണ്. ബൽക്കീസ് എന്നാണ് രാജ്ഞിയുടെ പേര്. ആ ബൽക്കീസ് കടന്നു വരുമ്പോൾ സുലൈമാൻ നബിയും അവിടുത്തെ പ്രമുഖരും തമ്മിലുള്ള വലിയ ഡിസ്കഷനാണ്. ആ ഡിസ്കഷൻ ഖുർആൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങൾ കുറച്ചു സമയം അല്ലാഹുവിനോട് ഇരുകൈ നീട്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. കാരണം പുതിയ തലമുറയെ കുറിച്ചുള്ള പഠനത്തിൽ പറയുന്നത് പലവിധ മാനസിക രോഗത്തിലാണ് കുട്ടികളുള്ളത്. വലിയ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, സ്ട്രെസ് മാനേജ്മെന്റിന് പറ്റാതെ ഡിപ്രഷൻ മോഡിലേക്ക് പോവുക, മറ്റു പലവിധ വൈകൃതങ്ങൾ, സോഷ്യൽ ഐസൊലേഷൻ, അങ്ങനെ തുടങ്ങി കോൺസെൻട്രേഷനിൽ നഷ്ടപ്പെടുക, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ, ഐഡന്റിറ്റി ക്രൈസിസ്, ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് പോലും తెలిയാത്ത ആണും പെണ്ണും കെട്ട സംസ്കാരത്തിലേക്ക് ഈ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച്, ജെൻഡർ ക്രൈസിസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാർഗം ഇൻഫർമേഷൻ ഏജ് ആണ്. ഇത് ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ അറിവുകൾ തിങ്ങി നിറഞ്ഞ് മനുഷ്യന് ഭ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഖുർആൻ പറയുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള നോളജ് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. കുട്ടികളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഫോമോ എന്ന് പറയുന്ന ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന പുതിയൊരു അസുഖമുണ്ട്. അവരുടെ പ്രശ്നത്തെ കുറിച്ചുള്ള പഠനത്തിൽ പറയുന്നത് ഫോക്കസ് ഓൺ മറ്റുള്ളവരിലേക്ക് നോക്കുക. വാട്ട് അതേഴ്സ് ആർ ഡൂയിങ്. മറ്റുള്ളവർ എന്തു ചെയ്യുന്നു അവരെ പോലാകാൻ ശ്രമിക്കുക, അവരെ മറികടക്കാൻ ശ്രമിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഈ ഒരു മാനസികാവസ്ഥയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ പിറകെയല്ല നടക്കേണ്ടത്, നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്കുക. ഞാൻ എന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ എന്ത് വിലയാണ് എനിക്കുള്ളത്? എന്റെ നാട്ടുകാരുടെ മുമ്പിൽ എന്ത് വിലയാണ് എനിക്കുള്ളത്? ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് എന്റെ ഉള്ളിൽ തന്നെ എന്ത് വിലയാണ് എനിക്ക് എന്നോടുള്ളത്? രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം എന്റെ മാതാപിതാക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് റസൂൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ മക്കളെ സ്നേഹിക്കുക, വർഹമുഹും, അവരോട് കുറച്ച് കാരുണ്യം കാണിക്കുക. അടിക്കുമ്പോൾ ക്രൂരമായി അടിക്കാതിരിക്കുക, അവരോട് ദേഷ്യപ്പെടുമ്പോൾ അസഭ്യം പറയാതിരിക്കുക. അവരെ വാരിപ്പുണരാനുള്ള കാരുണ്യം പറ്റിയ പുതിയ തലമുറയിലെ മാതാപിതാക്കളോട് പറയാനുള്ളത് പ്രവാചകൻ ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. എന്റെ പ്രായമുള്ള സഹോദരങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം ഇത്രമാത്രമാണ്. അഥവാ നിങ്ങളുടെ ജീവിതാനുഭവം എന്നത് നിസ്സാരമായ ഒരു സംഗതിയല്ല. ജീവിതാനുഭവം വളരെ പ്രധാനമാണ്. ആ ജീവിതാനുഭവം പുതിയ തലമുറക്ക്, ലൈഫ് എക്സ്പീരിയൻസ് പുതിയ തലമുറക്ക് നിങ്ങൾ കൈമാറാൻ ശ്രമിക്കണം. നിങ്ങൾ മരണത്തോട് കൂടുതൽ അടുത്തവരാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സായം സന്ധിയിലെത്തിയവരാണ്. നിങ്ങൾക്ക് സ്വർഗം പ്രദാനം ചെയ്യണമേ. തപ്പിയാളുന്ന ആഗ്രഹിയിൽ നമ്മളെ കാക്കേണ്ടത് റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത്, ഞങ്ങളുടെ ആരോഗ്യത്തിൽ ബർക്കത്ത്, ഞങ്ങളുടെ റിസ്ഖിൽ ബർക്കത്ത്, ഞങ്ങളുടെ മഹല്ലിൽ ബർക്കത്ത്, ഞങ്ങളുടെ രാജ്യത്ത് ബർക്കത്ത്, എല്ലാ അർത്ഥത്തിലും റഹ്മത്തും ബർക്കത്തും ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഗസയെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ അകം കത്തുകയാണ്, ഞങ്ങളുടെ അകം നീറുകയാണ് റബ്ബേ. ആ പാവങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് റഹ്മാനെ. അവരെ നിരന്തരമായി വേട്ടയാടുന്ന ജൂത സയനിസ്റ്റുകളുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ കൈകാര്യം ചെയ്യണമേ റഹ്മാനെ. പടച്ചവരെ, ഞങ്ങളുടെ രാജ്യത്ത് ഹോളിയുടെ പേരിൽ, മറ്റു പല ആഭാസങ്ങളുടെ പേരിൽ, മറ്റു പല ഉത്സവങ്ങളുടെ പേരിൽ മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ട്, വളരെ ആസൂത്രിതമായി ഈ സമുദായത്തെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് വളരെ വളരെ മോശമായ ചിത്രീകരണങ്ങളും ക്രൂരമായ അടിച്ചമർത്തലുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്.
സമർപ്പിക്കുകയാണ്. കാരുണ്യവാനായ റബ്ബേ, മൂസയെയും ബനൂ ഇസ്രായേലിനെയും സഹായിച്ച നീ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. മക്കയിലെ കൊടും ക്രൂരന്മാരിൽ നിന്ന് മുത്തു റസൂലിനെയും സഹാബാക്കളെയും രക്ഷിച്ച നാഥ, നീ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. ഈ ഇറാഖിലെ നമ്രൂദിന്റെ കരങ്ങളിൽ നിന്ന് ഇബ്രാഹിമിനെയും അനുയായികളെയും രക്ഷിച്ചതുപോലെ നീ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ കരുത്ത് പകരണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഉടച്ചവരെ ഈമാനോടുകൂടി മരിക്കാൻ സഹായിക്കണമേ റഹ്മാനെ. ഖബറിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ റഹ്മാനെ. സിറാത്തിലും ഈ മീസാനിലും അതുപോലെ തന്നെ സ്വർഗ്ഗത്തിലോ നരകത്തിലോ എന്ന് വിളിക്കപ്പെടുന്ന ഘട്ടത്തിലൊക്കെ നീ ഞങ്ങളെ കാക്കണമേ റഹ്മാനെ. ഉപ്പയെയും ഉമ്മയെയും ബഹുമാനിക്കുന്ന നല്ല മക്കളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളോട് ഞങ്ങൾ പലവിധ മോശം പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട് റബ്ബേ. അത് മൂലം നീ ഞങ്ങളെ പിടികൂടരുത് റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണമേ റഹ്മാനെ. ഞങ്ങളോട് ഞങ്ങളുടെ മക്കൾക്ക് കാരുണ്യം കാണിക്കാനുള്ള ഹൃദയം അവർക്ക് നൽകണമേ റഹ്മാനെ. സ്വന്തം വീടിനെ സ്നേഹിക്കുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന, ഉത്തരവാദിത്ത ബോധമുള്ള മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ വളർത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ആഭാസന്മാരിൽ നിന്ന് അവരെ നീ കാക്കണമേ റഹ്മാനെ. اللهم عليك توكلنا واليك انبنا واليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في غزه. اللهم انصر المسلمين في الهند. اللهم انصر المجاهدين الذين يجاهدون في سبيلك يا الله. اللهم اجرنا من النار. اللهم انا نسالك الفردوس الاعلى. اللهم هون علينا سكرات الموت. الله اكبر الله اكبر الله اكبر ولله الحمد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. ആരാധ്യനിലായി ഹംദുകൾ ചൊല്ലിടുന്നു. ആലമിതാകെയും ആരാധ്യനിലായി ഹംദുകൾ ചൊല്ലിടുന്നു. കണ്ടില്ലേ ശൗവാലം വിളിച്ചിരിക്കുന്നത്, കേട്ടില്ലേ പൊലിവുറ്റ തക്ബീറുകള്. ഒത്തൊരുമിച്ചിരസിക്കണ നാള്, ഒത്തിരി മുത്ത് പൊഴിക്കണ ചേല്, ഒക്കെ ഒരുക്കി വിളമ്പണ തോള്.